അപ്പൊ ആഷ്മി നമ്മളിങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളിനി ഇപ്പൊ മാത്രമല്ല പലയിടങ്ങളിലും ആഘോഷം തിമിർപ്പായി കഴിഞ്ഞു. തിമിർക്കണ്ടേ? തുടങ്ങി സമവായി കൂടെ വന്ന് ജപ്പാനിൽ കൂടെ വന്നത് ഇപ്പൊ എത്താറായി നിൽക്കാണ്. അതിന്റെ ഈ ബുദ്ബുദങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബുദ്ബുദങ്ങൾ എന്തോ ഒരു ചാനലിൽ നിന്ന് ഒരു സന്ദേശം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോൺസൺ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ആർമി, റെഡ് ആർമിക്ക് പോലെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ആർമി കോട്ടയത്ത് നിന്ന് അല്ലേ അണിനിരന്ന് നിൽക്കുക. എസ് കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഈ രാത്രിയുടെ ആവേശം അത്രയും പ്രേക്ഷകരിലേക്ക് ഒരു തുള്ളി പോലും കളയാതെത്തിക്കാൻ നമ്മുടെ പിള്ളേർ കട്ടക്കിരിക്കുക. മാത്രല്ല അവർക്ക് ആർമാദിക്കാനുള്ള ദിവസമാണ്. അതുകൊണ്ട് അല്ലേ ആർമാദം റിപ്പോർട്ടിംഗ് ഒന്നിച്ചു പോവാ. ഓക്കെ, റെഡി? ടോബി ജോൺസൺ കോട്ടയം കാർണിവൽ പരിസരത്ത്. ഓക്കെ, ടോബി ജോൺസൺ. അല്ലെങ്കിൽ ചിരിയങ്ങ് മൊത്തം പൊഴിഞ്ഞു പോയനെ. പറഞ്ഞോളൂ. ഞാൻ നിൽക്കുന്നത് കോട്ടയം കാർണിവലിൽ നടക്കുന്ന വടവാതൂരാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, സാധാരണ കൊച്ചിയിലൊക്കെ കാർണിവലിൽ നമ്മുടെ യുവതലമുറയാണല്ലോ കൂടുതലായിട്ട് പങ്കെടുക്കുന്നത്. ഇവിടെ പങ്കെടുക്കുന്ന മൊത്തം വീട്ടിലുള്ള അമ്മമാരും സ്ത്രീകളും കുട്ടികളും അങ്ങനെ കുടുംബസമേതം വന്ന് പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു കാർണിവലാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അവരോട് ചോദിക്കാം. ഒരു കൊച്ചുകുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ചേച്ചിക്ക് നാണമാണെന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചി എല്ലാ തവണയും വരുമോ ഇവിടെ? ഇല്ല, ഞങ്ങൾ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. തവണ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇന്ന് അറിഞ്ഞു വന്നതാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമാ. പാപ്പയൊക്കെ എങ്ങനെയുണ്ട്? പാപ്പ പൊളിച്ചു. അതാണ് ഇവിടുത്തെ പാപ്പാനെ കൂടി ഒന്ന് കാണിക്കണം. അങ്ങ് കൊച്ചിയിൽ ഉള്ളതിനേക്കാൾ മനോഹരമായിട്ടുള്ള പാപ്പയാണെന്നാണ് കോട്ടയംകാർ പറയുന്നത്. 50 അടിക്ക് മുകളിൽ ഉയരമുണ്ട്. ആ പാപ്പയാണ് ആ കാണുന്നത്. അല്പസമയത്തിനുള്ളിൽ പാപ്പാജിനെ കത്തിക്കും. അല്പസമയത്ത് ക്ഷമിക്കണം കേട്ടോ, 12 മണിയോടുകൂടി കത്തിക്കും. കൃത്യം 12 മണിക്കാണ് കത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഒരു നാട്ടിൻ പ്രദേശമാണ്. കോട്ടയം നഗരത്തിലാണെങ്കിലും ഈ വടവാതൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പാടശേഖരത്തിന് നടുവിലായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കുടുംബസമേതം ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ തവണയും ഇതിപ്പോൾ തുടർച്ചയായിട്ടുള്ള 5ാമത്തെ തവണയാണ് ഈ കാർണിവൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ഒരു വഴിയിലാണ്, അതായത് മോസ്കോയിൽ നിന്നും വടവാതൂരിലേക്ക് പോകുന്ന ഒരു പാടത്തിന് നടുവിലൂടെയുള്ള ഒരു വഴിയാണ്. ആ വഴിയിൽ ഇങ്ങനെ ആളുകൾ വന്ന് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയും. നമുക്ക് പുതുതലമുറയിലുള്ള പിള്ളേരുണ്ട് ഇവിടെ. ചേട്ടാ എങ്ങനെയുണ്ട് ഇത്തവണ? കുഴപ്പമില്ല, ആദ്യമായിട്ട് വരുന്നത്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? പാപ്പയൊക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് കാണാണ്ട്. അങ്ങനെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്, കുട്ടികൾ എത്തുന്നുണ്ട്. കുടുംബസമേതം, അതായത് വീട്ടിലിരിക്കുന്ന വലിയ മുത്തശ്ശിമാരടക്കം, അതുപോലെ തന്നെ വീട്ടമ്മമാരടക്കം, കൊച്ചു കുട്ടികളടക്കം അവർ കുടുംബസമേതം ഇവിടേക്ക് ഇറങ്ങി വന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും മണിക്കൂറുകളുണ്ട്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇവിടെ എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഗാനമേള കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ ഗാനമേള ഇപ്പോൾ തുടങ്ങും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗാനമേള തുടങ്ങും. പാട്ടുകൾ കേട്ട് ഇനിയുള്ള മണിക്കൂറുകൾ തള്ളി നിൽക്കാൻ സാധിക്കും. അതിനുശേഷം ആ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത്തവണയും വടവാതൂരിൽ ആ പുതുവത്സരത്തെ വരവേൽക്കാനുള്ള എല്ലാ ആവേശവും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. SK ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.